സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പാതിരാവിൽ ഹൈദരാബാദിൽ യാചകരും വേശ്യകളും കുപിതരായ യുവാക്കളും തെറിച്ച കലാകാരന്മാരും സമൂഹഭ്രഷ്ടരും കവികളും നിറഞ്ഞ തെരുവിൽ ദിഗംബര കവിതാ പ്രസ്ഥാനത്തിന്റെ കുലപതി ശ്രീയുടെ ഒരു കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടു. യാഥാസ്ഥിതിക ഭാവുകത്വത്തിന്റെ കുലീന ജഡത്വത്തിന് കൊള്ളിവെച്ച വിധ്വംസക ബിംബമായി ഇന്ത്യയുടെ പിൽക്കാല രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ ആ രാത്രി ഓർമ്മിക്കപ്പെടുന്നു. 2009 മെയ് 8 മലപ്പുറം ജില്ലയിലെ ആനക്കയം പുഴയോരത്ത് നിലാവിലലിഞ്ഞ അർദ്ധരാത്രിയിൽ ശൈലൻ എന്ന യുവകവിയുടെ താമ്രപർണി എന്ന കവിതാ പുസ്തകത്തിന്റെ 3ാം പതിപ്പ് പ്രമുക്തമാവുമ്പോൾ ചരിത്രത്തിന്റെ അസമാനമായ നിഴലാവർത്തനങ്ങളെക്കുറിച്ച് നാം ചകിതരാവുന്നു. ശൈലൻ ഒരു കാവ്യപ്രസ്ഥാനത്തിന്റെയും പ്രോദ്ഘാടകനോ പ്രചാരകനോ അല്ല. എങ്കിലും അഭിജാത ജീവിതത്തിന്റെ നാൾ വഴികളെയും ചിന്തയുടെ നേർവരകളെയും കവിതയുടെ കളമൊഴിയെയും ഭയപ്പെടുത്തുന്ന ശൈലന്റെ അസംബന്ധ ശൈലി ചരിത്രത്തിലെ പാതിര പിറവികളോട് സൗഭാത്രം പുലർത്തുന്നുണ്ട്. 1975 ദുഃഖവെള്ളി ദിനത്തിൽ ജനിച്ച് ഈസ്റ്ററുകൾ തേടി ജീവിച്ച് പ്രണയവും യാത്രകളും മുഖ്യ തൊഴിലാക്കിയവനെന്ന് സ്വയം പരസ്യപ്പെടുത്തുന്ന ശൈലൻ വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ തന്റെ ജീവിതത്തിന്റെയും കവിതയുടെയും ഗുണ്ടാത്മക യുക്തികളിലേക്ക് വാതിൽ തുറക്കുന്നു. ഗുണ്ടാത്മകൻ. അത്രമേൽ വിപണന മൂല്യമേറിയിട്ടും കിഡ്നിയെ ചൊല്ലി ഒരു കവിയും ഉപമ മെനഞ്ഞതില്ലല്ലോ. അത്രമേൽ വിപണന മൂല്യമേറിയിട്ടും കിഡ്നിയെ ചൊല്ലി ഒരു കവിയും ഉപമ മെനഞ്ഞതില്ലല്ലോ പേടയെ. ഒരു കാതലനും എന്നെപ്പോൽ നിന്നിലത് തേടിയില്ലല്ലോ. ഒരു കാതലനും എന്നെപ്പോൽ നിന്നിലത് തേടിയില്ലല്ലോ. എന്നെ സംബന്ധിച്ച് കവിയല്ല സ്വാധീനിച്ചത്. എന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചത് OV വിജയനാണ്. ഒരുപക്ഷെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സാഹിത്യം എന്നെ ബാധിക്കുന്ന ഒരു വിഷയമാവുകയില്ലായിരുന്നു. അത് ശരി. അതിലെ ഒരു കാവ്യാത്മകമായ ഭാഷയാണ് സാഹിത്യത്തിനോട് എനിക്കൊരു ഭ്രമം തോന്നാൻ കാരണം. എന്താ വെച്ചാൽ അതല്ല ആദ്യം വായിച്ച പുസ്തകം, അത് ഒരു എന്താ പറയാ ടേണിംഗ് പോയിന്റ്. വിജയേട്ടന്റെ അതേ ഒരു രീതി തന്നെ VKN എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ വ്യത്യസ്തത എനിക്ക് തോന്നിയത് മേതിൽ രാധാകൃഷ്ണനായിരുന്നു. ഒരു വായന തുടങ്ങിയ കാലത്ത് അവർ 3 പേരും എന്നെ വളരെ കാര്യമായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ എഴുതി നിർത്തിയെടുത്ത് പിന്നെ എഴുതാൻ കഴിയുള്ളൂ, അല്ലാതെ അതിന്റെ പഴയത് പിന്നെ നമ്മൾ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ പുതുമയുള്ള ഒരു സംഭവം, ഗദ്യം അതിൽ പുതുമയുള്ളത് ഇനി എഴുതണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം VKN ഒക്കെ എഴുതാൻ മാക്സിമം മലയാള ഭാഷയുടെ ഒരു മാക്സിമം സാധ്യത ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അങ്ങനെ ഗദ്യത്തിൽ കാര്യമായ സ്വാധീനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കവിതയിൽ എനിക്കൊരു സ്പേസ് ഉണ്ടെന്ന് ഏതോ കാലഘട്ടത്തിൽ ഞാൻ കവിതയുടെ വായന കൂടിയപ്പോൾ മനസ്സിലാക്കിയതാണ്. ഫോട്ടോസൊക്കെ കാണുമ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള ഫോട്ടോസാണ്. എൻ്റെ ഒരു വേഷം ഒക്കെ വളരെ വ്യത്യസ്തം. എന്നാൽ ശൈലൻ ഒരു കവിയാണ്. കവിയുടെ ഒരു രൂപഭാവങ്ങളൊന്നും അല്ല അതിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വസ്ത്രധാരണ രീതി അത് സ്വീകരിക്കാൻ കാരണം? ഇത് പ്രത്യേകിച്ച് സ്വീകരിച്ചതൊന്നുമല്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ജുബ്ബട്ട് നടക്കുന്നതാണ് സത്യത്തിൽ സ്വീകരിക്കരുത്. ഇത് ഞാൻ 2009 മെയ് 8 ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ജീവിതത്തിൽ മറ്റുള്ളവർ നടക്കുന്ന അതുപോലെയൊക്കെ തന്നെയായിരിക്കും സാധാരണ മനുഷ്യന്റെ ജീവിത രീതികൾ. എന്റെ പ്രായത്തിലുള്ള ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ എന്ന് പറഞ്ഞാല് സ്വയം ഉണ്ടാക്കിയെടുത്ത സ്റ്റൈലാണ്. ജന്മനാ അങ്ങനെ ഒരു സ്റ്റൈലുള്ള ആളൊന്നും അല്ല. പേര് ശൈലൻ എന്നാണ്. അപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് നടക്കുകയാണ്, അല്ലാതെ ഇത് ഒരു കാട്ടിക്കൂട്ടലല്ല. എനിക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്, മറ്റുള്ള കവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഒരു സാധാരണക്കാരനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. നിങ്ങൾ പുറത്തിറങ്ങി നാട്ടിൻപുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനായിട്ട് നടക്കുന്നു, അത്രേ ഉള്ളൂ. കവി എന്ന് പറഞ്ഞ രൂപം നിങ്ങൾ പറഞ്ഞ പോലെ ജുബ്ബ ചങ്ങമ്പുഴ ഇട്ടിരുന്നത് 50കളിലാണ്. കുഞ്ഞിരാമൻ നായർ ഇട്ടിരുന്നത് ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ലോകം 19 കൊല്ലം മാറിയിട്ടും അതേ ജുബയും അതേ ചങ്ങമ്പുഴയ്ക്കൊന്നും താടിയില്ല. അവരൊക്കെ അന്ന് വളരെ സുമുഖരായിട്ട് നടന്നിരുന്ന ആൾക്കാരാണ്. ഗ്ലാമർമാൻ ആയിരുന്നു, ശരിക്കും സ്റ്റൈലിഷ് ആയിരുന്നു. അന്നത്തെ ഏറ്റവും അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഒരു പക്ഷേ ജുബയും മുണ്ടും ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവരത് ഉപയോഗിച്ചതെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. അതിപ്പോഴും 55 കൊല്ലം 60 കൊല്ലം കഴിഞ്ഞ് അനുകരിക്കുന്നതിൽ എന്ത് കഥയുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ദിവസേന എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നു തോന്നുന്നു. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, പുസ്തകത്തിന് ചട്ടയിലൊരു മസിലൊക്കെ കാണിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. അത് അങ്ങനെ എക്സസൈസ് അങ്ങനെ റൊട്ടീനായിട്ട് ചെയ്തുണ്ടാക്കിയ ഒരു ബോഡിയൊന്നും അല്ല. അത് വീട്ടിൽ അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ കളച്ച് പിന്നെ അങ്ങനെയുള്ള ജോലികളൊക്കെ എന്താ സ്ഥിരമായിട്ട് ചെയ്തിരുന്നു മുമ്പ്.
അപ്പൊ അങ്ങനെ ഉറച്ചൊരു ബോഡിയാണ് അല്ലെങ്കിൽ ജെന്യൂനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ എക്സസൈസ് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്ത് പെരുപ്പിച്ചെടുത്തതൊന്നുമല്ല. ഈ കയ്യും ഒരു വള, വിരലില് മോതിരങ്ങള്, അതിപ്പോ കുറച്ച് കുറഞ്ഞതാണ്. ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് ഞാൻ കുറച്ച് എന്താ പറയാ ഡള്ളാണ്, അല്ലെങ്കിൽ ഒരു ദുഃഖാചരണത്തിലാണ് അമ്മ മരിച്ചതിന്റെ. അപ്പൊ കുറെയൊക്കെ ആഭരണങ്ങളും ലൈഫ് സ്റ്റൈലൊക്കെ കുറഞ്ഞ് ഓഫ് ഗ്ലാമറിൽ നടക്കുകയാണ്. അല്ലെങ്കിൽ കഴുത്തിലെന്തൊരു കഴുത്തില് സാധാരണ തന്നെ ഇതിപ്പോ ഒരു രുദ്രാക്ഷമൊക്കെയാണ്, വളരെ മാന്യമായ ഒരു മാലയാണ്. പക്ഷെ സാധാരണ അല്ലാത്ത മാലകൾ ധാരാളം ഇടാറുണ്ട്. പുൽപ്പറ്റയിലെ ചങ്ങരു ചിന്നമ്മ ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവനായ ശൈലന് ഏതു കൊടുമുടിയിൽ നിന്നാണ് തന്നിലേക്ക് കവിത നിറഞ്ഞതെന്ന് ചികഞ്ഞെടുക്കാനാവുന്നില്ല. ഓർമ്മ വയ്ക്കുമ്പോൾ വീടിന് കവിത എന്ന പേരുണ്ട്. മലയാളത്തിലെ കാവ്യ പാരമ്പര്യങ്ങളിൽ നിന്നല്ല, ഒ വി വിജയൻ, വി കെ എൻ, മേതിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ യാഥാർത്ഥ്യത്തെ കീഴ്മേൽ മറിക്കുന്ന ഭാവനാ വികല്പങ്ങളിൽ നിന്നാണ് താൻ കവിതയിലെ വഴിവെട്ടിയതെന്ന് ഇദ്ദേഹം ഓർമ്മിക്കുന്നു. താമ്രപർണിയുടെ 3-ാം പതിപ്പ് പുളിയിലങ്ങാടിയിൽ രാത്രി ആഘോഷമാക്കാൻ തീരുമാനിച്ചത് സുഹൃത്തുക്കളാണ്. നിലാവും പുഴയും സോപാന സംഗീതവും വട്ടപ്പാട്ടും വെള്ളിനിലാപ്പുഴയുടെ ഓളങ്ങളായി. മുന്നിൽ പൂമൈനെ ചിറകുകളിലല്ലോ പാറാലോമനെ. ഈ ഒരു ചടങ്ങ് നിർവഹിക്കുവാൻ സാധിക്കുന്നത് നിർവഹിക്കുന്ന ആളുകളുടെ പുണ്യമാണ്, അതിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ ഭാഗ്യമാണ്. താമ്രപർണി പുഴയിൽ തന്നെയാണ് അത് പ്രകാശനം ചെയ്യപ്പെടേണ്ടത്. ഈ പതിപ്പ് പ്രകാശനം ചെയ്യുന്നു. എല്ലാവരുടെയും